My home, building dreams. Powered by നോർത്ത് ബ്രൂക്ക് വില്ലാസ്, തോപ്പിൽക്കടവ്, കൊല്ലം. മൈ ഹോമിലൂടെ നമ്മൾ ഒത്തിരി വീടുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ വീട്ടിലൊക്കെ ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് നല്ല ഗ്ലാസ് കൊണ്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. ആ പ്രോപ്പർട്ടീസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, ആരാ ഉണ്ടാക്കുന്നത്? ഇതിനൊക്കെ കുറിച്ചൊക്കെ അറിവുള്ള ഒരു വലിയ വ്യക്തി എൻ്റെ കൂടെ ഇന്നുണ്ട്, മിസ്റ്റർ ജോയ് മേനാച്ചേരി. അദ്ദേഹത്തിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. സർ, ഈ പ്രോപ്പർട്ടീസിനൊക്കെ നമ്മൾ ഒരേ മാതിരി അല്ലല്ലോ ഹീറ്റിംഗ് കൊടുക്കുക? അല്ല, ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഈ ബോട്ടിലിന് നമുക്ക് ഇങ്ങനെ ഒരു ഡിഫോംഡ് ബോട്ടിൽ എന്ന് പറയും. ഇപ്പോൾ ഫോം മാറി വേറൊരു ഫോമിലേക്ക് കൺവെർട്ടഡ് ആയി. ഇതിപ്പോൾ ഒരു 770 കൊടുക്കുമ്പോഴാണ് ഈ ഫോം വരുന്നത്. ഇതിപ്പോൾ 770 ആണെങ്കിൽ ഇതൊരു 750 ഇങ്ങനത്തെ ഒരു ഫോമിലേക്ക് വരും. അപ്പോൾ ആ ഡിഫറൻസ് കണ്ടോ? ഇത് കൂടുതൽ താഴേക്ക് പോകും. ടെമ്പറേച്ചർ കൂടുന്തോറും ഇതിന്റെ പ്ലാസ്റ്റിസിറ്റി മാറും, അതിനനുസരിച്ചിട്ട് വളരെ താഴേക്ക് പോകും. ഇതാണ് നമ്മൾ ഇതിലിപ്പോ ഡിഫോർമേഷൻ, സ്ലംബിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നതാണ്. ഒരു ബെൻഡിങ് പ്രോസസ് എന്ന് പറയുമ്പോഴേക്കും ഈ ഇങ്ങനത്തെ ഒരു ബെൻഡിങ് സ്ഥാനത്തിലേക്ക് ഒരു 650 ഒക്കെ മതിയാവും. 650 ഇത് ഫോം ചെയ്യും. ഇതതിന്റെ ഒരു കാസ്റ്റിംഗ് ആണ്, ഗ്ലാസ് കാസ്റ്റിംഗ്. ഇത് സോളിഡ് ഗ്ലാസ്സിന് നമുക്ക് ബാക്കി വരുന്ന വേസ്റ്റ് ഗ്ലാസ്സുകളെ കാസ്റ്റ് ചെയ്തേക്കുന്നതാണ് അവർ. അതായത് ഇതൊരു ഫേസ് ആണ്. ഒരു ഫേസ്. ഇതെങ്ങനെ ഇത് കാസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഗ്ലാസ്സുകളുണ്ടാവും, ചെറിയ ചെറിയ പീസുകൾ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കാസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളെ ഒരു ഡൈയിലേക്ക്, ഇതിൻ്റെ ഒരു ഡൈ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ആ ഡൈ ഇപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഗ്ലാസ് പീസുകൾ, ചെറിയ കഷ്ണങ്ങളായിരിക്കും അത് അതിലേക്ക് വെച്ചിട്ട് ഒരു ഹൈ ടെമ്പറേച്ചർ, ഒരു 850 ഡിഗ്രി ടെമ്പറേച്ചർ, 850 to 100 വരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫോമിലാവും അത്. എന്നിട്ട് ആ ഡൈ ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിലേക്ക് കൺവേർട്ട് ആവും. ആ ഡൈ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ലിക്വിഡ്. പക്ഷെ ഇതിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. കാസ്റ്റിംഗ് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു 850 അബോവ് കൊടുത്തില്ലെങ്കിൽ ഇത് പരസ്പരം ഫ്യൂസ് ആവില്ല. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഉള്ളിൽ വല്ല ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണം. അപ്പോൾ ഓരോ സാധനം ചെയ്യുമ്പോഴും ഓരോ ടെമ്പറേച്ചറാണ്. ഇപ്പോൾ സാറിന് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് അറിവ് വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സാറിനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ ഇത് ഈ സ്റ്റേജിൽ വരെ തന്നെ സാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ഇതിനുള്ളിൽ ഞാൻ ആദ്യം ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം, ഞാൻ സ്വന്തമായിട്ട് സിസ്റ്റം ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് മുന്നിൽ പൈനിയേഴ്സ് ആരുമില്ല. ആരോടെങ്കിലും ചോദിക്കാനോ പറയാനോ, ഗ്ലാസ് ഫർണസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കുകൾ ചെയ്യുന്ന ആരും തന്നെയില്ല. സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഫാമിലി സപ്പോർട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ. ആദ്യം എല്ലാവരും തീർച്ചയായിട്ടും എല്ലാ ഫാമിലിയിലും അതായിരിക്കുമല്ലോ, ഉള്ള ജോലി കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോഴേക്കും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പം പലരും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണ്ട. ഇപ്പോൾ ഒരു തമാശയായിട്ടെങ്കിലും പറയും, എൻ്റെ ഭാര്യ തന്നെ ആദ്യം വിചാരിച്ചിട്ടുണ്ട് അയാളെന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഗ്ലാസ് വിളയ്ക്കാൻ നോക്കുന്നു. അതൊരു സാധാരണ ഒരു 15 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നൊരു സാധനമല്ല. ഗ്ലാസ്സിനെ വിളച്ചാൽ പൊട്ടിപ്പോകുന്നുള്ളതാണ് എല്ലാവരുടെയും. ഗ്ലാസ്സിനെ വിളയ്ക്കാൻ പറ്റും എന്നുള്ളതൊരു സത്യവും. പക്ഷേ നമുക്ക് മുമ്പിൽ ആരും ഇല്ല, അല്ലെങ്കിൽ ഗ്ലാസ് വിളച്ചതാരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ബെൻഡഡ് ഗ്ലാസ് എന്ന് പറയുന്ന സാധനം ആരും കാണാത്തിടത്തോളം കാലം ഞാൻ പറയുന്നത് എന്തോ ഒരു നടക്കാത്ത കാര്യം. അപ്പം തന്നെ പലരും സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ട്, എന്താ ഈ പണിക്ക് നിൽക്കേണ്ടത്, ചെയ്തിട്ട് വിജയിക്കാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത് ഞാൻ ഫേസ് ചെയ്തിരുന്നൊരു പ്രശ്നം, ഇതിൻ്റെ ടെക്നോളജി കിട്ടുക, എവിടെ നിന്ന് ആര് എങ്ങനെ കിട്ടും. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എയിം ചെയ്യുക, എന്നിട്ട് അത് ശരിയാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഫ്രണ്ടിലേക്ക് പോകാം. ശരിയാവും. ഞങ്ങൾ ഫേണസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ചെറിയ ഫേണസ്, ഹോബി ഫേണസ് തൊട്ട് വലിയ ഫേണസ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പലരോടും പറയാറുണ്ട്, ഇത് നമുക്കൊരു പേന കിട്ടുന്ന പോലെയാണ്. എൻ്റെ മിഷനിൽ ഗ്ലാസിനെ ഫ്ലെക്സിബിൾ ആക്കാം, ഗ്ലാസിനെ കാസ്റ്റ് ചെയ്യാം, മെൽറ്റ് ചെയ്യാം, ഇത്രയേ മിഷനിൽ ചെയ്യുള്ളൂ. ബാക്കി നമ്മുടെ യുക്തിയാണ്. ഇപ്പോൾ MT വാസുദേവൻ നായരുടെ കയ്യിലും പേനയുണ്ട്, എൻ്റെ കയ്യിലും പേനയുണ്ട്. പുള്ളി എഴുതുന്നത് ഒരു വലിയ സംഭവങ്ങളാണ്. എനിക്ക് അതേപോലെ എഴുതാൻ പറ്റുന്നില്ല. പക്ഷേ പേന രണ്ടും ഒന്ന് തന്നെയാണ്. ആര് എങ്ങനെ എന്ത് എഴുതുന്നു, അല്ലെങ്കിൽ എൻ്റെ എക്യുപ്മെൻ്റ് കൊണ്ട് ഒരു ഫേണസ് നമുക്ക് കിട്ടിയാൽ അതിൽ നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്കിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസിനെ വേറൊരു ഫോമിലേക്ക്, ഒരു പ്ലാസ്റ്റിക് പോലെയോ അല്ലെങ്കിൽ ഒരു കളിമണ്ണ് പോലെയോ ഒക്കെ മാറ്റാൻ പറ്റിയാൽ അതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. എന്തോരം വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഈ ബോട്ടിലൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്തേക്കുന്നത് നോർമൽ ഒരു ബോട്ടിലാണ് ഇപ്പോൾ ഈ ഒരു ഫോമിലേക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ ഒരു സാധാരണ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു ബോട്ടിൽ ഇങ്ങനെ ഒരു ചളിങ്ങിയ പോലെ ആക്കണം, അല്ലെങ്കിൽ ആക്കിയാൽ എങ്ങനെ ഇരിക്കുന്നു. ആണെങ്കിൽ ബോട്ടിലിനെ പ്രസ് ചെയ്ത് അപ്പോൾ തന്നെ പൊട്ടും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം ഇത് മാത്രമല്ല, ഇനി ചിലപ്പോൾ നാളെ നിങ്ങൾ വേറൊരു ദിവസം വരുമ്പോൾ ഇതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ ഓരോ ദിവസവും ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഈ ഫീൽഡ് മടുത്തിട്ടുണ്ടോന്ന്. മടുക്കില്ല എന്ന് പറയുന്നത് അതാണ്. എനിക്ക് ഓരോ ദിവസവും പുതിയ എക്സ്പെരിമെൻസും അതിൻ്റെ റിസൾട്ടിൻ്റെ സന്തോഷമാണ്. ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഒരു ടേബിൾ വെച്ചു, എനിക്ക് റിസൾട്ട് കിട്ടി, അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ത്രിൽഡായിരിക്കും ആ ദിവസം. അപ്പോൾ വേണമെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വേറൊരു ഐഡിയ ആലോചിക്കും, ഇങ്ങനെ ചെയ്താൽ എങ്ങനെയിരിക്കും. അപ്പോൾ അടുത്ത ദിവസവും ഞാൻ ഇവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അത് ആ റിസൾട്ട് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഈ ജീവിതത്തിൽ വല്ലപ്പോഴുമാണ് അങ്ങനത്തെ നമുക്കൊരു ആകാംക്ഷ എന്തായി എന്ന് അറിയാനുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതുണ്ടാവും. അതുകൊണ്ട് ഞാൻ നമുക്കിത് മടുക്കില്ല ഫീൽഡ്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ വ്യൂവേഴ്സിന് പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദി സർ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ മൈ ഹോം നിങ്ങൾ എല്ലാവരും കണ്ടുവല്ലോ. മൈ ഹോമിനെ കുറിച്ചുള്ള സജഷൻസും ഫീഡ്ബാക്സും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം My home, building dreams. Powered by നോർത്ത് ബ്രൂക്ക് വില്ലാസ്, തോപ്പിൽക്കടവ്, കൊല്ലം. in association with ചുങ്ക ജ്വല്ലറി, കൊല്ലം, കരുനാഗപ്പള്ളി, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്. ചേരൂ ഈസ്റ്റേൺ ആനന്ദ ശ്രേണിയിൽ. ജോയിന്റ് ഫ്രീ, സന്ധിവേദനയിൽ നിന്നും ആശ്വാസം. Manaraka, joint free.